ഇന്ന് നമ്മൾ പഠിക്കുന്ന ഇന്നത്തെ ക്ലാസ്സിലെ ടോപ്പിക് എന്ന് പറയുന്നത് +1 മാത്തമാറ്റിക്സിലെ ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എന്നു പറഞ്ഞാൽ നമ്മുടെ ആ ഇക്വേഷൻസ് ആദ്യം നല്ലതുപോലെ ബൈഹാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ വാല്യൂസ് എല്ലാം നല്ലതുപോലെ കാണാൻ പഠിക്കുക. കുറേ ഇക്വേഷൻസ് ഉണ്ട്, തിരിഞ്ഞും മറിഞ്ഞൊക്കെ പോകും. അതൊരു കാരണവശാലും നിങ്ങൾ തിരിഞ്ഞു പോകാതെ എങ്ങനെയെങ്കിലും ഒരു ട്രിക്കൊക്കെ ഉപയോഗിച്ച് പഠിക്കുക, അതേ ഉള്ളൂ. അപ്പോൾ അതിലൊരു ഒരു ഇക്വേഷൻ ഇതാണ്, sin a + b എന്ന് പറയുന്ന ഇക്വേഷനാണ്. sin a + bയുടെ എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുന്നത് sin a cos b + cos a sin b ആണ്. അത് നിങ്ങൾ ഇതുവരെ പഠിച്ചിരിക്കുക. ഇതുപോലെ വേറെ കുറേ ഇക്വേഷൻസ് ഉണ്ട്. അതിനകത്ത് ഒരെണ്ണം മാത്രമാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ തൽക്കാലം എടുത്തിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് sin a + b എന്ന് പറഞ്ഞാൽ sin a cos b + cos a sin b ആണ്. അത് അതേപടി എടുത്തെഴുതാം. ഇതാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ഇതേപോലെ പരീക്ഷയ്ക്ക് ചിലപ്പം കാണും. എന്താ sin 75 എന്ന് പറയുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് sin 75, അല്ലെങ്കിൽ ഇവാലുവേറ്റ് sin 75, അല്ലെങ്കിൽ സോൾവ് sin 75 എന്ന് പറഞ്ഞായിരിക്കും ചിലപ്പം ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ sin 75നെ നമ്മളിതാ sin of 45 + 30 എന്ന് എഴുതും. അതെന്താ 45 + 30 എന്ന് തന്നെ എഴുതാൻ കാരണം വേറൊന്നുമല്ല, നമ്മുടെ ആ ടേബിളിനകത്ത് അറിയാവുന്ന വാല്യൂ നമുക്ക് 45 30 അതേപോലെ 35 + 40 എന്ന് എഴുതിയാലും sin 75 തന്നെ കിട്ടും. പക്ഷേ 35നും 40നും നമുക്ക് വാല്യൂ അതിനകത്ത് ടേബിളിലില്ല. അതുകൊണ്ടാണ് നമ്മൾ 45 30 മാത്രമായിട്ട് എഴുതുന്നത്. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് sin 45 + 30 എന്ന് എഴുതുക. ഇത് എയും ബിയും ആയിട്ട് കണക്കാക്കി ഇക്വേഷൻ്റെ രൂപത്തിൽ നമ്മൾ മനസ്സിൽ വയ്ക്കുക. എന്നിട്ട് ഇതിനെ എന്ത് ചെയ്യുക, എയും ബിയും മനസ്സിലാക്കി ഇതിനകത്തോട്ട് ചെയ്യുക. അപ്പോൾ ഉദാഹരണത്തിന് sin a + b എന്നുള്ള രൂപത്തിലാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ നമ്മളിതിനെ അതിൻ്റെ എക്സ്പാൻഡ് ഫോം sin a cos b + cos a sin b ആണ്. അപ്പോൾ sin എക്ക് പകരം 45 എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊടുക്കുക. ഇനി ഇൻറ്റു ആണ് ഇവിടെ, ഇൻറ്റു cos ബിക്ക് പകരം എന്ത് കൊടുക്കുക, cos 30 എന്ന് പറഞ്ഞ് കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം പ്ലസ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് cos a sin b എന്ന് പറഞ്ഞാണ് കിടക്കുന്നത്. അപ്പോൾ cos a എന്ന് പറഞ്ഞാൽ cos 45 എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇൻറ്റു ചിഹ്നം ഇവിടെ ഉണ്ട്. sin b എന്ന് പറഞ്ഞാൽ sin 30 എന്ന് പറഞ്ഞ് അങ്ങോട്ട് എഴുതുക. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇതിൻ്റെ വാല്യൂ എല്ലാം കൂടി ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്തെടുത്ത് നമുക്ക് ആൻസറായി. ഇപ്പോൾ sin 45ൻ്റെ വാല്യൂ 1/√2 ആണ്. ഇൻറ്റു cos 30 എന്ന് പറഞ്ഞാൽ √3/2 ആണ്. അതുപോലെ തന്നെ പ്ലസ് എഴുതിയിട്ട് cos 45 എന്ന് പറഞ്ഞാൽ 1/√2 ആണ്. sin 30 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അത് നമ്മൾ ആ വാല്യൂ അതേപടി നമ്മൾ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം ഇതിനെ സോൾവ് ചെയ്യണം. 1 × √3 എന്ന് പറഞ്ഞാൽ √3 ആണ്. ഡിവൈഡ് ബൈ √2 × 2 എന്ന് പറഞ്ഞാൽ 2√2 ആണ്. പ്ലസ് ഇട്ട് 1 × 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. √2 × 2 എന്ന് പറഞ്ഞാൽ 2√2 ആണ്. അത് കഴിഞ്ഞ ശേഷം നമ്മളിതിനെ താഴെ ഡിനോമിനേറ്റർ രണ്ടും കണ്ടോ സെയിം ആണ്. അതുകൊണ്ട് ഒരെണ്ണം എടുത്തതിന് ശേഷം ഇതിനെ തമ്മിൽ അങ്ങ് ആഡ് ചെയ്യും. മണ്ടേ കിടക്കുന്ന രണ്ടെണ്ണം √3 + 1 എന്ന് പറഞ്ഞ് എഴുതും. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ പറഞ്ഞ വാല്യൂ ഉണ്ടല്ലോ, ഈ പറഞ്ഞ വാല്യൂ നമ്മൾ ഇതാണ്ടോ ഇവിടെ ഇതിൻ്റെ കോഞ്ചുഗേറ്റ് എടുക്കണം. നമ്മളിത് 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. റൂട്ട് താഴെ വന്നാൽ ആ 2 എന്ത് ചെയ്യുക, ആ നമ്പറിട്ട് മേളിലും താഴെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ √3 + 1 അതിനിവിടെ ബ്രാക്കറ്റ് കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ √2 ഇതിന് മാത്രമേ കിട്ടൂ. അപ്പോൾ ഈ √2 ഈ നമ്പർ റൂട്ട് വരുന്ന നമ്പറിട്ട് മേളിലും താഴെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് താണ്ടോ മേളിലും താഴെ എന്ത് ചെയ്യുക, ആ നമ്പർ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ബാക്കിയുള്ളതെല്ലാം അതേപടി സെറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മൾ ഇതിനെ മണ്ടേ കിടക്കുന്നത് പിന്നെ ഒന്നും ചെയ്യേണ്ട, അതങ്ങ് എഴുതി അങ്ങ് പോയാൽ മതി. താഴെ കിടക്കുന്നുണ്ടോ 2 × √2 കൂടെ ചേർന്ന് ഒരു 2 അങ്ങാവും. √2 ആണ് 2 എന്ന് പറയുന്നത്. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ മണ്ടേ കിടക്കുന്ന ആ വാല്യൂ എടുത്ത് എഴുതിയ ശേഷം താഴെ ഇത് തമ്മിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. പിന്നെ നിങ്ങളിങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ നല്ലതുപോലെ ചെയ്ത് പഠിക്കുക. നല്ലതുപോലെ എന്ത് ചെയ്യുക, നല്ലതുപോലെ റിപ്പീറ്റ് എന്ത് ചെയ്യുക, ചെയ്ത് പഠിക്കുക. ഇക്വേഷൻസൊക്കെ നല്ലതുപോലെ എന്ത് ചെയ്യുക, ബൈ ഹാർട്ട് ചെയ്യുക.